മാത്യുവിൻ്റെ പോർഷൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ പോർഷൻസ് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു മിഠായി പോലൊരു പടം അങ്ങനെ പറയാം. അതെ അതെ, ഒരു കോമഡി ഹൊറർ പോലെ. ഇപ്പം നമ്മുടെ ഡെലൂലു പോലെ തന്നെ വർക്കൗട്ട് ആവുന്ന ഒരു മറ്റൊരു സാധനം, മറ്റൊരു വർക്ക് അങ്ങനെ വേണം പറയാം. ലെങ്ത് അല്പം ഷോർട്ടാണ്. അതാണ് ചില പടങ്ങൾക്ക് അത് അങ്ങനെയല്ലേ വർക്കാവുള്ളൂ. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. ഞാനും കൂടെ അഭിനയിച്ചിട്ടുണ്ടോ ആദ്യം പോയി സിനിമ ആണ്. ദ ഫിലിം ഇസ് റിയലി നൈസ്. ഒരു റിയൽ ലൈഫിൽ നമുക്ക് വരുന്ന ചെറിയ എന്താ പറയുക ലോൺലിനെസ്, അല്ലെങ്കിൽ ആരുമില്ല, സംസാരിക്കണം, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നൊരു എലമെൻ്റ് ഉണ്ട്, ഒരു ഫിഗ്മെൻറ്റ് ഓഫ് ഇമാജിനേഷൻ. അതിന് നല്ല രസമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. But in a very light, very calculated way and dealing with it. എന്തായിരുന്നു സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്തായിരുന്നു? സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ജഗദീഷേട്ടൻ്റെ സിനിമ കാണണം. How a person can also support different thought structure and different kinds of people. ആൻഡ് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ക്യാരക്ടറാണ് ജഗദീഷ്. ഒരു ഫൺ കോമഡി പടമാണ്. അതെ, പടം നല്ലൊരു പടമാണ്. എന്താ പറയുക, നല്ലൊരു ഫീൽ ഗുഡ് ചെയ്തിരിക്കുന്ന നല്ലൊരു ഫിലിമാണ്. മാത്യുവിൻ്റെ ആയാലും ദേവിയുടെ ആയാലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ജഗദീഷ് ചേട്ടൻ പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല, പുള്ളിക്കാരൻ ആസ്വിഷൻ തകർത്തിട്ടുണ്ട്. എന്താ പറയുക, ഭയങ്കര അങ്ങനെയൊന്നുമല്ല, ഇത് ഫീൽ ഗുഡ് ഇരുന്ന് തിയേറ്ററിൽ വെറുതെ ഇരുന്ന് കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ നല്ലൊരു ഫിലിമാണ്. നല്ലൊരു എന്താ പറയുക, ഭയങ്കര കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത് മാത്യുവിൻ്റെ ഒക്കെ ആയാലും ഭയങ്കര രസമുള്ളൊരു കഥാപാത്രമാണ്. ദേവിയുടെ അതേപോലെ തന്നെ ചിരിക്കാനായിട്ട് 2-3 സ്പോട്ടുകളുണ്ട്. നല്ല രസമുള്ളൊരു തീമാണ്. നമുക്ക് ചിലപ്പോൾ ആരെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ളവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണത്. എക്സ്പെക്ട് ചെയ്ത് വരണം, ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ വരിക. അതാണ് എക്സ്പെക്ടേഷൻ വെക്കുമ്പോഴാണ് അത് മീറ്റ് ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ മീറ്റ് ചെയ്തിൽ അപ്പുറമായല്ലോ എന്ന് തോന്നുന്നത്. വെറുതെ ബ്ലാങ്ക് ആയിട്ട് വന്നിരുന്ന് കണ്ടുപോവാണെങ്കിൽ അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഇരുന്ന് പോകാൻ പറ്റുന്ന ഒരു പടമാണ്. ഞാൻ പറയല്ലേ, ആസ്വിഷാൽ പുള്ളിക്കാരൻ തകർത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഏത് കഥാപാത്രം കിട്ടിയാലും നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു ആക്ടറാണ്. പുള്ളിക്കാരൻ ഇതിലും തകർത്തിട്ടുണ്ട്. ഒരു വെറൈറ്റി അറ്റംപ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പ്രകടനങ്ങൾ എന്താ, മാത്യൂസ് ഭയങ്കര നാച്ചുറലാണ്. പിന്നെ അതിൽ ജഗദീഷിന് നല്ലൊരു ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. നമുക്ക് ഓക്കെയാണ്, ഒരു ഫാമിലി ഫീൽ ഗുഡ് പടമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ല, അങ്ങനെ പ്രതീക്ഷയൊക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫീൽ ഗുഡ് ഏത് അല്ല, കുറച്ച് ചിരിക്കാനുണ്ട്. എന്നാൽ ഫാമിലി പടമാണ്, അതുപോലെ ഇച്ചിരി റൊമാൻസും പരിപാടിയൊക്കെ. നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു ടൈപ്പ് പരിപാടി ആയിരിക്കും. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല.